പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ട സിദ്ധാർത്ഥിന്റെ ശരീരമാണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. സിദ്ധാർത്ഥിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എവിടെയൊക്കെ എന്തൊക്കെ ചതവുകൾ സിദ്ധാർത്ഥിന് ഉണ്ടായിരുന്നുവെന്ന് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്ന ആ ഫൈൻഡിങ്സ് ആണ് ഫോക്കസ് ന്യൂസ് TV ഇന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. കാരണം ചില ക്യാപ്സ്യൂളുകളുമായി വന്നിരുന്നു. സിദ്ധാർത്ഥിന് ഹാങ്ങിങ് ചെയ്തതല്ലേ, പിന്നെ എന്തിനാണ് ഈ മാധ്യമങ്ങൾ ഇതൊരു വലിയ മർദ്ദന വാർത്തയാക്കി എടുക്കുന്നത്, വീട്ടുകാരുടെ ആരോപണം പോലെ കൊലപാതകമായി മാറ്റുന്നു എന്നുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് എല്ലാത്തിനും അടിസ്ഥാനം. ആ റിപ്പോർട്ട് എന്താണെന്ന് പൊതുജനങ്ങൾ മുഴുവനും കാണണം, കേൾക്കണം, മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ട്. ഇത് സിദ്ധാർത്ഥിന്റെ ബോഡിയായാണ് ഇവിടെ നമ്മൾ ഇതിനെ ഇമാജിൻ ചെയ്യുന്നത്. സിദ്ധാർത്ഥിന്റെ മുൻഭാഗവും സിദ്ധാർത്ഥിന്റെ പുറകെ ഭാഗവും ഇതിൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ചതവുകളും ഒരവുകളും ഉണ്ടായി എന്നുള്ളത് 18 അക്കമിട്ടാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ഇവിടെയാണ്, നമ്മളിവിടെ അത് വരച്ചിട്ടുണ്ട്. ഒന്ന് കൺട്യൂഷൻ എന്നുള്ളതാണ്. ഇവിടെ അതായത് സ്കാൽപ്പിന് പിന്നിലായുള്ള കൺട്യൂഷൻ ചതവ്, അത് തലയോട്ടിക്ക് പിന്നിലാണ്. ഈ ചതവ് ഒരു ഹാങ് ചെയ്തതിനിടയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ചു. അത് അത്തരത്തിലൊരു സ്വാഭാവികമായ ഒരു ഹാങ്ങിങ്ങിൽ ഉണ്ടാകാറില്ല എന്നുള്ള ഒരു ഡോക്ടറുടെ മാത്രം ഒരു വിവരം നമുക്ക് ലഭിച്ചു. ഓക്കെ, ഒരു പക്ഷേ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. രണ്ടാമത്തേത് അബ്രാഷനാണ്. അതായത് ഈ താടി എല്ലിനും ചെവിക്കും ഇടയിലായുള്ള ഒരു ഭാഗത്താണ് അബ്രാഷൻ ഉണ്ടായിരിക്കുന്നത്. ഒരവാണ് അത്, ഒരവല്ല, മൾട്ടിപ്പിൾ അബ്രാഷൻ എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. മൂന്നാമത്തേത് വീണ്ടും മൾട്ടിപ്പിൾ അബ്രാഷൻ തന്നെയാണ്. അത് വരുന്നത് റൈറ്റ് ഇയറിന്, അതായത് മൂന്നാമത്തെ അബ്രാഷൻ വരുന്നത് ഇവിടെയാണ്. റൈറ്റ് ഇയറിന് താഴെയായാണ് വീണ്ടും മൾട്ടിപ്പിൾ അബ്രാഷൻസ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പോകുന്ന നാലാമത്തേതിലാണ്. നാലാമത്തെ ഭാഗത്ത് മാത്രമാണ്, അതായത് ഹാങ്ങിങ്ങുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള മുറിവുകളാണ് ഈ കഴുത്തിന്, അതായത് നെക്കിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അത് നാലാമത്തെ ഭാഗത്ത്, നാലാമത്തെ അക്കമിട്ടിരിക്കുന്ന ഫൈൻഡിങ്സിൽ അത് പറയുന്നുണ്ട്. അത് വ്യക്തമായി അതോട് തീരുകയാണ്. അടുത്ത വരുന്ന കണ്ടെത്തലുകൾ അത് സത്യത്തിൽ മനസ്സ് മടിപ്പിക്കുന്നതാണ്. 18 വരെ പോകുമ്പോൾ നമ്മളെ മനസ്സ് മടിപ്പിക്കുന്ന ക്രൂരമായ മർദ്ദനത്തിൻ്റെ മുറകൾ ഇതിലുണ്ട്. അതിൽ അഞ്ചാമത്തേത് വീണ്ടും വരുന്നത് അബ്രാഷൻ തന്നെയാണ്. അത് റൈറ്റ് സൈഡ് ഓഫ് ഫ്രണ്ട് ഓഫ് ദ നെക്കാണ്. അഞ്ചാമത്തെ അബ്രാഷനായി വരുന്നത് ഇവിടെയാണ്, ഈ ഭാഗത്താണ്, അതായത് കഴുത്തിൻ്റെ ഈ ഭാഗത്തായി വീണ്ടും അഞ്ചാമത്തെ ഇത് വരുന്നുണ്ട്, അബ്രാഷൻ വരുന്നുണ്ട്. ആറാമത്തെ അബ്രാഷൻ അതിന് തൊട്ട് ഓപ്പോസിറ്റ് സൈഡ്, സെയിം സൈഡ് തന്നെയാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അബ്രാഷൻ എന്ന് പറഞ്ഞാൽ ഒരേലാണ്. ഈ രണ്ട് വശവും നല്ല രീതിയിൽ മൾട്ടിപ്പിൾ, ഒന്നോ രണ്ടോ അല്ല, കുറച്ച് കൂടുതൽ ഒരേലുകളുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഏഴാമത്തെ ഭാഗത്തുള്ളത് ശ്രദ്ധിക്കേണ്ടത് അത് ചെസ്റ്റിലാണ്. അതായത് കൺട്യൂഷൻ ബ്ലൂയിഷ് അറ്റ് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഫ്രണ്ട് ഓഫ് ദ ചെസ്റ്റ് ഓവർ ദ കോളർ ബോൺ 6 ഔട്ട് ടു മിഡ് ലൈൻ എന്നാണ്, 6 സെൻറ്റിമീറ്റർ ഔട്ട് ടു മിഡ് ലൈൻ എന്നാണ്. അതായത് ഈ കോളർ ബോണിൻ്റെയും ചെസ്റ്റിൻ്റെയും ഈ ഭാഗത്തുള്ള ഈ ഒരു ഭാഗത്ത് ചതവാണ്. ബ്ലഡ് കട്ട പിടിച്ച് കിടക്കുന്ന, നീല കളറിൽ കിടക്കുന്ന തരത്തിൽ ഇവിടെ ഒരു ചതവാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ഹാങ്ങിങ്ങിലുണ്ടാകാൻ സാധ്യതയുള്ളതാണെങ്കിൽ ഇനി പറയുന്നതൊക്കെ നമ്മുടെ മനം മടിപ്പിക്കും. ഈ ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്തുള്ളത് ചതവാണ് ഏഴാമത്തത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതേ ചെസ്റ്റിൻ്റെ തന്നെ അതിന് കുറച്ച് താഴെ വീണ്ടും അവിടെ ഒരു ചതവുണ്ട്. അതായത് ഒരാൾ കൈ മുറുക്കി ഇടിച്ചാൽ അതെങ്ങനെ കിടക്കും, അത്തരത്തിൽ ഉള്ളൊരു ചതവാണ് ഈ രണ്ട് ഭാഗത്തും പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത് വീണ്ടും 9ാമത്തേതിലേക്ക് പോവുകയാണ്. അതിൽ എഴുതിയിരിക്കുന്നത് മൾട്ടിപ്പിൾ സ്മോൾ അബ്രാഷൻസ് ഓവർ ആൻ ഏരിയ 2.5 into 2 centimeter left side of the back of chest, 2 centimeter below top of shoulder and 1.5 centimeter outer to midline, കവേർഡ് വിത്ത് ബ്ലാക്ക് സ്കാബ് എന്നും കൂടി ഇട്ടുണ്ട്. സ്കാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രക്തമൊക്കെ പൊടിഞ്ഞ് ഒരേലിന് ശേഷം അവിടെ നിന്ന് രക്തം പൊടിയുകയും അവിടെ കറുത്ത രീതിയിലിരിക്കും. ഈ ഒരു ഇതിനെയാണ് സ്കാബ് എന്ന് പറയുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് 9ാമത്തേത്, അതായത് ഈ ഭാഗത്ത് ഇവിടെ ഒരേലും അവിടെ കറുത്ത സ്കാബും ഉണ്ടെന്നാണ്. അവിടെ എന്താണ്, ഒരേലൊക്കെ കഴിഞ്ഞ് രക്തം പൊടിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകേണ്ട സ്കാബാണ് ഇവിടെ ഉണ്ടായിരുന്നത്. വീണ്ടും അതിന് തൊട്ട് മുകളിലും അതേ രീതിയിലുള്ളൊരു അബ്രാഷനുണ്ട്. അവിടെയും കവേർഡ് വിത്ത് ബ്ലാക്ക് സ്കാബാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഒരാളെ വലിച്ചുകൊണ്ട് പോകുമ്പോഴോ ഉരച്ചുകൊണ്ട് പോകുമ്പോഴോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള തരത്തിലുള്ള മുറിവ്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും 9 കഴിഞ്ഞു, 10ാമത്തതും ഇവിടെയാണ്, ഇത്തരത്തിലാണ് ഇവിടുത്തെ ഇത് വരുന്നത്.
വീണ്ടും 11ാമത്തത് നമ്മളെ വളരെ രീതിയിൽ വിഷമിപ്പിക്കുന്ന ഒരു ഫൈൻഡിംഗ് ആണ്. 11ാമത്തത് മൾട്ടിപ്പിൾ സ്മോൾ അബ്രേഷൻ ഓവർ ആൻ ഏരിയ 15 into 1 centimeter at left side of the back of the chest, 7 centimeter below top of shoulder and 12 centimeter outer to midline എന്നാണ്. അതായത് ഒരു ഇവിടെ ഉണ്ടാകുന്ന ഒരു വലിയ ഒരു അബ്രാഷൻ ആണ് എന്നുള്ളതാണെങ്കിലും അത് ഇവിടെ ഉള്ള ഒരു വലിയൊരു ഒരവാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ചതവാണ് പറയുന്നത്. ഇത് നമ്മളോട് പറഞ്ഞ ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും ഇവിടെ സാധ്യതയില്ലാത്ത ഒരു ഒടിവാണ്. അതായത് കഴുത്തിൻ്റെ ഈ ഭാഗത്ത് നല്ല രീതിയിലൊരു ചതവുണ്ട്, ഒടിവല്ല ക്ഷമിക്കണം, ചതവ് അല്ലെങ്കിൽ അതിലൂടെ നല്ല രീതിയിലുള്ള ഒരു ഒരയിലുണ്ട്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഈ ഭാഗത്ത്. അതിനുശേഷം വരുന്നത് 12ാമത്തേതും 13ാമത്തേതുമാണ്. ഇത് രണ്ടും വിഷമിപ്പിക്കുന്നത് തന്നെയാണ്. കാരണം 12ാമത്തേതും 13ാമത്തേതും 12ാമത്തേത് പറയുന്നത് ട്രാംലൈൻ കണ്ടീഷൻ എന്നുള്ളതാണ്. അതായത് ട്രാംലൈൻ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബെൽറ്റ് കൊണ്ട് അടിക്കുക, അല്ലെങ്കിൽ വടി കൊണ്ട് ശക്തമായി അടിക്കുക, വടിയോ ബെൽറ്റോ ഒക്കെ കൊണ്ട് അടിക്കുക. അത്തരത്തിലുള്ള നിരവധി അബ്രാഷൻസ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണ്ടീഷൻസ് തന്നെ, അതിൻ്റെ പാടുകൾ ഇവിടെ ഉണ്ട്. ചതവുള്ള പാടുകളാണ് ഈ ഭാഗത്ത്. അതായത് പുറകുവശമായി ചെസ്റ്റിനും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഈ ഷോൾഡറിനും ഇതിനും ഇടയിലായിട്ടുള്ള ഈ ഭാഗത്ത് കാണുന്ന ഒരു അബ്രാഷനാണ്, കണ്ടീഷനാണ് പറയുന്നത്. ഇവിടെയുമുണ്ട് ഇതേ പാടുകൾ, ഇപ്പുറത്തുമുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തുള്ള, അതായത് 13ാമത് ഇവിടെയുള്ള പാടുകൾ, ഇവിടെ ഇടതുവശത്തും വലതുവശത്തും ഉള്ള 2 പാടുകളിലും ബ്ലാക്ക് സ്കാബ് കവേർഡാണ്. അതായത് ഒരവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഭാഗങ്ങളിൽ. ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. അതിനുശേഷം വീണ്ടും 12, 13 കഴിഞ്ഞാൽ വീണ്ടും ഉള്ളത് 14ാമത്തേതാണ്. 14ാമത്തേത് വരുന്നത് വളരെ വിഷമിപ്പിക്കുന്നതാണ്. അതായത് ഫ്രണ്ട്, അതായത് സിദ്ധാർത്ഥിൻ്റെ ശരീരം ഈ ഒരു ഫ്രണ്ട് പാർട്ടാണ് കാണിക്കുന്നതെങ്കിൽ വയറിന് താഴെയായി, അബ്ഡോമൻ്റെ ഭാഗത്തായി അല്ലെങ്കിൽ മൂത്രസഞ്ചിയുടെയൊക്കെ മുകളിലായി നല്ല ഇടിയോ ചവിട്ടോ ഒക്കെ കിട്ടിയതിൻ്റെ ചതവുണ്ടെന്നുള്ളതാണ് 14ാമത്തേതിൽ പറയുന്നത്. 14ാമത്തെ ഫൈൻഡിങ്. അത് കഴിഞ്ഞിട്ട് ഇതേ സാധനം ഇവിടെയുമുണ്ട് 15ാമത്തേത്. അതിൽ നിന്ന് കുറച്ച് താഴെയായി വീണ്ടും 15ാമത്തേത്, അവിടെയും ഒരു ചതവ് കാണിക്കുന്നുണ്ട്. 14ഉം 15ഉം. അത് കഴിഞ്ഞ് വീണ്ടും വരുന്നത് ഇവിടെയാണ്. അതായത് ബട്ടക്സിൻ്റെ ഭാഗമായാണ്. സിദ്ധാർത്ഥിൻ്റെ ഒരു ബോഡി ആണെങ്കിൽ അത് പുറകുവശം ചരിച്ച് നിർത്തി, പുറകുവശം തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ബട്ടക്സിൻ്റെ ഭാഗത്ത് ബ്ലാക്ക് സ്കാബോട് കൂടി ഒരഞ്ഞ അബ്രാഷൻസ് ആണ്, പാടുകളാണ്, ഒരഞ്ഞ പാടുകളാണ് ഈ ബട്ടക്സിൻ്റെ ഭാഗത്തുള്ളത്. അതുപോലെ തന്നെ വീണ്ടും 16 കഴിഞ്ഞ് വീണ്ടും 17ലേക്ക് വരുമ്പോൾ കാണുന്നത് ഇതേ വശത്തുള്ള തന്നെ കൈയുടെ ഈ ഷോൾഡറിന് തൊട്ട് താഴെ ആമിൻ്റെ ഭാഗത്ത് ഒരഞ്ഞ പാടുകളാണ്. അതായത് ഒരാളെ ചരിച്ചു കിടത്തി വലിച്ചു കൊണ്ടുപോയാലോ, നിവർത്തി ഇങ്ങനെ കിടത്തി വലിച്ചു കൊണ്ടുപോയാലോ എത്തരത്തിലാണ് പാടുകൾ ഉണ്ടാവുന്നത്, അത്തരത്തിലുള്ള പാടുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇവിടെ ഒരു ഉരച്ചു കൊണ്ടുപോയ പാടുണ്ട്, അതും ബ്ലഡ് സ്കാബാണ്. അതുപോലെ തന്നെ ഇവിടെയും ഒരു ബ്ലാക്ക് സ്കാബാണ്. അതുപോലെ തന്നെ ഇവിടെയും പാടുണ്ട്, അതും ബ്ലാക്ക് സ്കാബാണ്. അതിനുശേഷം വീണ്ടും കൈയുടെ ആമിൻ്റെ ഭാഗത്ത് 18ാമത്തേതായി വീണ്ടും ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, അവിടെ ഒരു ചതവുണ്ട്. ഇത്തരത്തിൽ 16ഓളം കണ്ടെത്തലുകൾ. ഇതിൽ ഏറ്റവും പ്രധാനമായുള്ള ഒരേ ഒരു കണ്ടെത്തൽ ഹാങ്ങിങ് ആണ്. ഹാങ്ങിങ് എന്നുള്ളത് മാത്രമാണ് ഇതൊരു ഇതൊരു തൂങ്ങി മരണമല്ലേ എന്ന് പറഞ്ഞ് വലിയ വായിലൊക്കെ വാദിക്കുന്നവർ ഈ ഒരു ശരീരത്തിൽ എത്രത്തോളം വേദനകൾ അനുഭവിപ്പിക്കാമോ അത്രത്തോളം വേദനകൾ അനുഭവിപ്പിക്കാൻ മാത്രം ഈ 2ാം വർഷ ബിരുദധാരിയായ കുട്ടി ഏത് ക്രിമിനൽ കേസിലെ പ്രതിയാണ്? അങ്ങനെയാണെങ്കിൽ തന്നെ ആരാണ് ഇതൊക്കെ ഇവർക്ക് അനുവാദം നൽകിയത്? ഒരു കോളേജിലെ ഒരു കുട്ടി അനുഭവിച്ച ഇത്രത്തോളം പീഡനങ്ങൾ മറ്റൊന്നും കൂടെ സൂചിപ്പിക്കാം. ചിലരെങ്കിലും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഹാങ്ങിങ് ആയ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇത്തരത്തിലൊക്കെ ചിന്തിക്കുന്നത്? അല്ലെങ്കിൽ മാതാപിതാക്കൾ ആരോപിക്കുന്നത് പോലെ കൊലപാതകം എന്ന് പറയുന്നു ചിലർ, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ക്യാമ്പസിനെ പ്രതികളാക്കുന്നു എന്നൊക്കെ പറയുന്നു. എന്തുകൊണ്ട് ഇതിൽ കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു? പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത്രയും അവശനായ ഒരു വ്യക്തി സ്വയമായി എഴുന്നേറ്റ് നിന്ന് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ചെയ്തു. 2ാമത്തെ കാര്യം, ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലുള്ളൊരു വ്യക്തി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ അത് ഒരാളോടുള്ള റിവെഞ്ച് ആയിരിക്കും. കാരണം അവർക്കെതിരെ ആരാണോ ഇത്തരത്തിൽ ഈ ഒരു ബോഡിയിൽ ഇത്തരത്തിലുള്ള ക്രൂരത കാട്ടിയത് അവരുടെ പേരെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്ത് അവർക്ക് ആ ശിക്ഷ വാങ്ങിച്ചു നൽകണം എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഒരു നോട്ടെങ്കിലും എഴുതി വയ്ക്കും, ഒരു ആത്മഹത്യാ കുറിപ്പെങ്കിലും എഴുതി വയ്ക്കും. അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഇല്ല. അല്ല എങ്കിൽ മാതാവിനെ, അമ്മയെങ്കിലും അമ്മയുമായി വളരെ അടുപ്പമുള്ളൊരു വ്യക്തിയാണ്, അമ്മയ്ക്കൊരു ലെറ്ററെങ്കിലും ഒരു അക്ഷരമെങ്കിലും എഴുതാനുള്ളൊരു
സാന്നിധ്യം, ഒരു മന ഒരുക്കം അവന് ഉണ്ടായിരിക്കണം. ഒരുപക്ഷെ ഇത് ചെയ്യുന്നതിന് മുൻപ് അമ്മയോടെങ്കിലും ഒരു ഗുഡ് ബൈ പറയാൻ അവൻ ആ സമയത്ത് തിരഞ്ഞെടുത്തില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ സ്വന്തമായി ബോധത്തോടെ ഈ കുട്ടി ചെയ്തിരുന്നുവെങ്കിൽ ഇതൊക്കെ ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായ ചില ആത്മഹത്യാ കേസുകളിൽ നിന്ന് ചിലരൊക്കെ കണ്ടെത്തുന്ന അല്ലെങ്കിൽ പറയുന്ന നിർദ്ദേശങ്ങൾ. പക്ഷേ ഇവിടെ അതൊന്നും സംഭവിച്ചില്ല. കുട്ടികൾ ആഹാരം കഴിക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുട്ടി ഒരു തരത്തിലും ഒന്നും മിണ്ടാതെ പോയി ആത്മഹത്യ ചെയ്തു എന്ന് മാത്രമാണ് പറയുന്നത്. ഇതൊക്കെ മാതാപിതാക്കൾക്ക് സംശയം ജനിപ്പിച്ചിട്ടുണ്ടാകാം. ഇപ്പോൾ പല കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും സിദ്ധാർത്ഥിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഫൈൻഡിങ്സ് ഇതൊക്കെയാണ്. ഇനി പറയണം നിങ്ങൾ, ഈ ക്രൂരതകൾ കാണിച്ച വ്യക്തികളെ സപ്പോർട്ട് ചെയ്ത് ഈ കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് മാത്രം പറയുന്നതിൽ എന്താണ് അർത്ഥം? ക്യാപ്സ്യൂളുകൾ കുറയ്ക്കുക, ഇനിയും ഒരു ജീവനും ഇവിടെ നശിക്കരുത് എന്നുള്ളത് മാത്രമാണ് എല്ലാ മാധ്യമങ്ങളുടെയും ഉദ്ദേശം. അത് തന്നെയാണ് നമ്മുടെയും ഉദ്ദേശം.